വണ്ടിയിൽ ഭീകര ടയറൊക്കെ ഇടുന്ന വേണം, പക്ഷെ പണി വാങ്ങിക്കരുത്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ വണ്ടിയുടെ ടയർസ് ഒക്കെ കുറച്ചുകൂടി അപ്സൈസ് ചെയ്തിട്ട് വണ്ടി ഒന്ന് അടിപൊളിയാക്കണം എന്നുള്ളത്. എന്നാൽ ടയർ അപ്സൈസ് ചെയ്യാൻ പോകുന്നവർക്ക് ഈ വീഡിയോ എന്തുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും, സേവ് ചെയ്ത് വെച്ചോ. ഇതുപോലെയൊക്കെയുള്ള മോഡിഫൈഡ് വണ്ടികളിൽ അത് വലിയ വള്ളി വരുത്തില്ല. എന്നാൽ സ്റ്റോക്ക് വണ്ടികളിൽ അപ്സൈസ് ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ അപ്സൈസ് ചെയ്യുവാണെങ്കിൽ ലുക്കിനെക്കാട്ടിലും കൂടുതൽ വണ്ടിക്ക് പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. സോ നിങ്ങളുടെ വണ്ടിക്ക് എത്രമാത്രം അപ്സൈസ് പറ്റുമെന്നറിയണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്, TireStore.in. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ 2 ടയർ സൈസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് അതിലുണ്ട്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് സ്റ്റോക്ക് ടയർ സൈസ്. അതായത് നമ്മുടെ ഇപ്പൊ വണ്ടിയിൽ കിടക്കുന്ന ടയർ, സ്റ്റോക്ക് ആയിട്ട് വന്ന ടയറിന്റെ സൈസ് ആണ് അവിടെ കൊടുക്കുക. ഇപ്പൊ ഞാൻ താറിന്റെ കൊടുക്കുവാണെങ്കിൽ 255, 65, R18 ആണ്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് നമ്മുടെ ന്യൂ ടയർ സൈസ് ആണ്. ആ ഒരു ടയർ നമ്മൾ ഏത് ടയറിലോട്ടാണ് അപ്സൈസ് ചെയ്യാൻ പോകുന്നത് ആ ടയറിന്റെ സൈസ് ആണ് അവിടെ ചെയ്യേണ്ടത്. ഇപ്പൊ റോഡ് ക്രൂസറുടെ ഒക്കെ ആണെങ്കിൽ 285, 6, R18 ആണ് നമ്മുടെ ടയർ സൈസ് വരുന്നത്. സോ ഇതിന്റെ 2 സൈസിന്റെ താഴെയായിട്ട് കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വാല്യൂസ് വരും. ഈ വാല്യൂസ് വന്നു കഴിയുമ്പോൾ അതിന്റെ താഴെയായിട്ട് ക്ലിക്ക് ടു കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലാസ്റ്റ് കിട്ടുന്ന ഈ ഒരു വാല്യൂ 2% താഴെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന അപ്സൈസ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റൂ. ഈ ഒരു വാല്യൂ 2% മേളിലാണെങ്കിൽ എന്തായാലും നമ്മുടെ വണ്ടിക്ക് പണി കിട്ടും. സോ ഇതുപോലെ അടിപൊളി യൂസ്ഫുൾ കോൺസെപ്റ്റ് ഡ്രൈവ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു. താങ്ക് യു. ഫോളോ ഫോർ മോർ.